വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം അന്ന് നമ്മൾ ഈ വണ്ടിൻ്റെ വീഡിയോ ഇട്ടെന്ന് ഈ വണ്ടിൻ്റെ ഗിയർ ബോക്സും ഗിയർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ബട്ടൺ. അപ്പോൾ അതൊക്കെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ കണ്ടോലുണ്ടാവും, കാണാത്തവർക്കും വേണ്ടിയുള്ളതാ വീഡിയോ ആണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ആൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വണ്ടീനെ പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബട്ടൺസ് കാട്ടിത്തരാം കേട്ടോ. ഗിയർ ലിവറില്ല, ബട്ടണാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന മാതിരി നോബാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളുഭാഗങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാം, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കേട്ടോ. ഇതിന് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവർ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കി ഇതെല്ലാം എങ്ങനെയാണ് വണ്ടീൻ്റെ സിസ്റ്റം പറഞ്ഞുതരാം. കണ്ടോ ഹലോ കണ്ടോ അതൊക്കെ വോയിസൊക്കെ. അപ്പോൾ ഇതിപ്പോൾ പിന്നെ പാർക്കിങ്ങിലാണ്. ഇതിങ്ങനെ അമർത്തിയ പാർക്കിംഗ് ആയി. അന്നേരം ഇതാണ് ഇതിന്റെ പിന്നെ ഗിയർ അല്ലേ? ഗിയർ ഇതാണ് ഇതിന്റെ ഗിയർ. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിച്ചാല് റിവേഴ്സ് ആയി. അതേമാതിരി ഇങ്ങനെ അങ്ങോട്ട് കാട്ടിയാല് വണ്ടി പോകുന്നതായി. ഒന്ന് വലത്തോടും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ അന്നേരം ഓക്കെ വണ്ടി പോകും. വണ്ടി മുന്നിൽ പോകും. അന്നേരം ക്ലച്ചില്ലേ? ക്ലച്ച് മാത്രമേ ഉള്ളൂ ഇതിന്. അല്ല, ബ്രേക്ക് ക്ലച്ചില്ല. ബ്രേക്കും ആക്സിലേറ്ററും അല്ലേ? ഇതൊന്നും ശരിയാക്കണേ. അങ്ങനെയാണല്ലേ? അന്നേരം ഇതിന് ആകെ ഒരു സാധനം, രണ്ട് സാധനമുള്ളൂ. അന്നേരം ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ഹാൻഡ് ബ്രേക്ക് അല്ലേ? ഇത് ഹാൻഡ് ബ്രേക്ക്. ഇതിങ്ങനെ വലിക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓക്കെ ആവും. അത് താത്താൽ ഹാൻഡ് ബ്രേക്ക് കളി അല്ലേ? വണ്ടി ഓടുന്നതിൻ്റെ അടി ഇങ്ങനെ പറയുന്നിട്ട് വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ ഉടങ്ങി നിൽക്കൂലേ? അന്നേരം ഗിയർ മാറ്റാണ്ട് ഈ സാധനം ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി നിന്ന് പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ മേലെ നിന്ന് കാലെടുക്കാം അല്ലേ? കാലെടുക്കാം. എന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഇത് ഒന്നും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടി പോകും. അന്നേരം നമ്മൾ ഗിയർ മാറ്റിയോ ഗിയർ പാർക്കിങ്ങോടെയോ മോട്ടറോടെയോ ഒന്നും വേണ്ട. അന്നേരം നല്ല സിസ്റ്റം. അന്നേരം ഇത് BMW സിസ്റ്റം. അന്നേരം ഇപ്പൊ ഈ അടുത്തടുത്ത വണ്ടിയാ? അതെ അതെ അല്ലേ? ഏതായാലും ഭക്ഷണം കഴിക്കുന്ന സാധനം അതല്ലേ. പിന്നെ മസറിയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ വണ്ടികൾ ഉണ്ടാക്കിയത്. പിന്നെ നല്ല സൗകര്യമുള്ള വണ്ടിയാണ്. നല്ല സൗകര്യമുള്ള വണ്ടിയാണ്. എത്ര ആൾക്ക്? 4-5 ഇരിക്കാം അല്ലേ? പിന്നെ ഇതേ ഗിയർ കോലും കമ്പൊന്നുമില്ല. അമർത്തല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, അത്ര തന്നെ. ഒരു പേരലിന്റെ സംവിധാനം വേണ്ടു നടത്തും. ഇത് നമ്മളെ സുഹൃത്താണ്. നമ്മളെപ്പോഴാ ഇങ്ങനത്തെ വണ്ടി വാങ്ങാന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഗിയർ ഇതിങ്ങനെ ഒരു ബട്ടണാണ്. ഈ ഗിയർ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ റിവേഴ്സായി, അങ്ങോട്ട് തിരിച്ചാൽ പിന്നെ വണ്ടി പോകും ചെയ്യും. ഈ നടുവിൽ ന്യൂട്രൽ. അതിനങ്ങനെ ബട്ടൺ അമർത്തിയാൽ മാത്രം മതി. ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ഇത് അമർത്തി വെച്ചാൽ വണ്ടി അവിടെ നിന്നു. ഇത്രയുള്ള കാര്യങ്ങൾ. ഹാൻഡ് ബ്രേക്ക് നമുക്ക് ശരി എന്നാൽ ഓക്കെ. ബാസലാമ.